വഖഫ് നിയമ ഭേദഗതി വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രമാണെന്ന് അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ് എം.പി. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി കായംകുളത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങളും ദീനീ സ്ഥാപനങ്ങളും ഖബർസ്ഥാനും ഉൾപ്പെടെ പരമ്പരാഗത പൗരാണികവുമായ ദൈവേച്ഛ മാത്രം ലാക്കാക്കി ദാനം ചെയ്യുന്ന സ്വത്തുക്കളാണ്. ഇത് തട്ടിയെടുക്കാനും ഇതിന്റെ ഭരണം മുസ്ലിം അല്ലാത്തവരെ ഏൽപ്പിക്കാനുമുള്ള നിയമ ഭേദഗതി അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയാണ് കായംകുളത്ത് വഖഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ് എം.പി. ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭരണം മുസ്ലിം അല്ലാത്തവരെ ഏൽപ്പിക്കാനുള്ള നിയമ ഭേദഗതി അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്റെ ഇഷ്ടത്തിന് ഞാൻ പടച്ചുകൊണ്ട് എന്റെ സ്വത്ത് അല്ലെങ്കിൽ എന്റെ ജന്മം അല്ലെങ്കിൽ എന്റെ കാശ് എന്റെ ഭൂമി അള്ളാഹുക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്യാറുണ്ട്. ആ വഖഫ് എന്റെ സ്വന്തം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തോന്നീരാക്കി ഉണ്ടാക്കിയ കാശ് ഞാൻ പടച്ചോണ്ട് മുടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ജന്മം ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി നിയത്ത് ചെയ്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു ആ മുഅ്മിനും തമ്മിലുള്ള ഒരു കാര്യത്തിൽ സർക്കാർക്ക് എന്ത് റോളാണ് ഉള്ളത്? കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മർക്കസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര വഖഫ് കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.എ. ജമാൽ ക്ലാസ് എടുത്തു. അഡ്വക്കേറ്റ് ഇ സമീർ, ഷെയ്ഖ് പി ഹാരിസ്, എ.എം. കബീർ, എ. ത്വാഹ മുസ്ലിയാർ, എം. മുഹമ്മദ് മുസ്ലിയാർ, കെ. ജലാലുദ്ദീൻ മൗലവി, കെ. പി. ഖൈസ് ഹസനി, എ. സ്വാലിഹ് മൗലവി, യു. താജുദ്ദീൻ ബാഖവി, എ. അബ്ദുൽ ഷുക്കൂർ, റെജി കണ്ടല്ലൂർ, സക്കീർ വേലിയിൽ, അബ്ദുൽ ജബ്ബാർ, ഇ. താജുദ്ദീൻ, വൈ ഇർഷാദ്, കെ. എം. ഷെരീഫ് കുഞ്ഞ, എസ്. അബ്ദുൽ ലത്തീഫ്, പുതുപ്പള്ളി സെയ്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.